നിലവിലെ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ്. അയാളെ വെട്ടിക്കാൻ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ആരും തന്നെയില്ല. ആരെയൊക്കെ എങ്ങനെയൊക്കെ എക്സ്പോസ്ഡ് ആക്കി നെഗറ്റീവ് ആക്കാമെന്ന് ജിൻഡോയ്ക്ക് നന്നായി അറിയാം. ചില ഉദാഹരണങ്ങൾ പറയാം. കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ജുവനൈൽ ടാസ്കിൽ ഓരോരുത്തരുടെ തെറ്റുകൾ എടുത്തു പറയുമ്പോൾ ജിൻഡോ റസ്മിനെ കുറിച്ച് പറഞ്ഞത് ലാലേട്ടൻ വന്നു നിന്നപ്പോൾ പുള്ളിയോട് ബഹുമാനമില്ലാതെ സംസാരിച്ചു എന്നതും ഗബ്രിക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ പെരുമാറണം എന്ന് അറിയില്ലെന്നുമാണ്. പുറത്ത് പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയായ വലിയൊരു കാര്യത്തെയാണ് ജിൻഡോ അവിടെ ചൂണ്ടിക്കാണിച്ചത്. റസ്മിൻ അതിനുശേഷം കൺട്രോൾ പോയി ആ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയ രംഗങ്ങൾ പ്രേക്ഷകർ മുഴുവനും കണ്ടു കാണുന്നതുമാണ്. റോക്കിയെക്കുറിച്ച് ഋഷിയുമായുള്ള ഒരു സംസാരത്തിൽ ഋഷി ജിൻഡോയോട് പറഞ്ഞു, റോക്കി ആത്മാഭിമാനമുള്ള ആളാണ്, അതുകൊണ്ടാണ് സിജോയെ അടിച്ചതെന്ന്. ഉടനെ ജിൻഡോ പറഞ്ഞ മറുപടി, ആത്മാഭിമാനമുള്ള റോക്കി അകത്തിരുന്ന് നിലവിളിച്ചു കരഞ്ഞത് എല്ലാവരും കേട്ടതാണല്ലോ എന്ന്. ശ്രീരേഖയുമായുള്ള ഒരു സംഭാഷണത്തിൽ ജിൻഡോ പറഞ്ഞു, ഞാനൊരു ജിം ട്രെയിനറാണ്, ഇത്രയും ദിവസമായിട്ടും എന്നെ മോർണിംഗ് ടാസ്ക് ചെയ്യാൻ ബിഗ് ബോസ് വിളിച്ചില്ല. രസ്മിനാണ് കൂടുതൽ അവസരങ്ങളും കൊടുത്തത്. അത് എന്തിനാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് ശ്രീരേഖ മറുപടി പറഞ്ഞത്. എന്നാൽ അവസാനം വരെ താൻ ഇവിടെ തന്നെ കാണുമെന്നും അതിനാലാണ് ബിഗ് ബോസ് തന്നെ മോർണിംഗ് ടാസ്കിനായി വിളിക്കാത്തതെന്നുമാണ് ജിൻഡോയുടെ മറുപടി. തുടർന്ന് ജാൻമണിയുടെ നിരാഹാര സമരമൊക്കെ ഫേക്കാണെന്നും പറയുന്നുണ്ട്. നോമിനേഷൻ സമയത്ത് ഗബ്രി അല്ലെങ്കിൽ ജാസ്മിൻ ഒരാൾ പുറത്താകണമെന്നായിരിക്കാം പ്രേക്ഷകരുടെ താല്പര്യമെന്ന് പറഞ്ഞാണ് ജിൻഡോ നോമിനേഷൻ ചെയ്തത്. പ്രേക്ഷകർ എന്ത് പുറത്ത് ചർച്ച ചെയ്യുന്നോ അതൊക്കെ കൃത്യമായി ജിൻഡോ ബിഗ് ബോസ് ഹൗസിനകത്ത് എടുത്തിടുന്നുണ്ട്. ജിൻഡോയുടെ അത്ര മൈൻഡ് ഗെയിം കളിക്കാൻ അറിയുന്ന ആരും തന്നെ ഇന്ന് ബിഗ് ബോസ് ഹൗസിലില്ല. പക്ഷേ പുള്ളിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറവാണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഈ സീസൺ കൊണ്ടുപോകുന്നത് ജിൻഡോ തന്നെയാണ്. ഇപ്പോഴും പുള്ളി തന്നെയാണ് അവിടെ മെയിൻ കണ്ടന്റ് എല്ലാം ഉണ്ടാക്കുന്നത്. ജിൻഡോ ഒരിക്കലും ഒരു മണ്ടനോ മൈൻഡ് ഗെയിം അറിയാത്ത ഒരാളോ അല്ല എന്നത് പ്രേക്ഷകർക്കിടയിൽ തന്നെ ഏറെ ചർച്ചയായ വിഷയമാണ്. ആരെ എപ്പോ എങ്ങനെ എക്സ്പോസ്ഡ് ആക്കണം എന്ന് അയാൾക്ക് കൃത്യമായി അറിയാം. നോറയെ പോലെ മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്തവരെ ഒക്കെ എത്രയും വേഗം പുറത്തു കൊണ്ടുവന്നില്ലേ. ജിൻഡോയുടെ ഗെയിം കാരണം അവർക്കൊക്കെ മെന്റലി എന്തെങ്കിലും അസുഖങ്ങൾ വന്നേക്കാമെന്നാണ് പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയാകുന്ന വിഷയം. അസാധ്യമായ പ്രകടനമാണ് ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ കാണിക്കുന്നത്. ആരുടെയും മുഖം നോക്കാതെ ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ ഉള്ളതുപോലെ വിളിച്ചു പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ജിൻഡോ. പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ജിൻഡോ. ജിൻഡോയുടെ കൂടുതൽ പ്രകടനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് കാത്തിരുന്ന് കാണാൻ കഴിയുന്നതാണ്.